അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. നമുക്കിതിനെ എഗ് ബോൾസ് എന്ന് വിളിക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എഗ് ബോൾസും കെച്ചപ്പും അടിപൊളി ഒരു കോംബോ ആണ്. ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട 5 എണ്ണം, ബ്രെഡ് ക്രംസ് 5 ബ്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മൈദ മാവ്, കോൺഫ്ലോർ, കാശ്മീരി ചില്ലി പൗഡർ, ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട, ഗരം മസാല, കുരുമുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അതിനായിട്ട് നമുക്ക് മുട്ടയുടെ വെള്ള മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മഞ്ഞയും വെള്ളയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വെള്ള നമുക്ക് കുഞ്ഞായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി ഇതിലേക്ക് 3 സ്പൂൺ മൈദ മാവ് ആഡ് ചെയ്യാം. പിന്നെ 1 സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 സ്പൂൺ ഗാർലിക് പേസ്റ്റ്. ഇനി പച്ചമുളക് ആഡ് ചെയ്യാം. 5 പച്ചമുളകാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില ആവശ്യത്തിന്, മല്ലിയില ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് മാത്രം ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കുക. നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, ബോൾ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ചെറുതായിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതേപോലെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അധികം വെള്ളം കൂടുതലൊന്നും ഒഴിക്കരുത്. അപ്പോൾ നമ്മളുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യാം, പ്ലേറ്റിലേക്ക് മാറ്റാം. അതേപോലെ എല്ലാ ബോൾസും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വയ്ക്കാം. എന്നിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മളുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസ് വീതം നമ്മുടെ എഗ് ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം നമ്മൾ യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. കൂടുതൽ വെള്ളമായാൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ബോൾസും ഇപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഗ്യാസ് വയ്ക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിം കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിം ഇട്ടാലേ ഉള്ളിലോട്ടൊക്കെ നല്ലോണം വേവത്തുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിം കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എഗ് ബോൾസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്.
രണ്ട് സൈഡും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരാം. അപ്പോൾ ഈ റെസിപ്പി വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. മുട്ടയുടെ മഞ്ഞ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ റെസിപ്പി കൂടിയാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുമല്ല, ഇതൊരു അടിപൊളി വെറൈറ്റി ഈവനിങ് സ്നാക്കാണ്. കെച്ചപ്പും എഗ് ബോൾസും അടിപൊളിയാണിത് രണ്ടും കൂടി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.